എന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് തോന്നുന്നു. അതെന്താ? ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ എത്ര പറഞ്ഞാലും ചിത്ര വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. പ്രേമത്തിന്റെ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ. അവസാനം അടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അകലണമെന്നുണ്ടോ ചിത്രേ? അകലുമ്പോഴേ അടുപ്പത്തിന്റെ ആവശ്യം തോന്നും. അകൽച്ച പലപ്പോഴും അടുപ്പത്തിന്റെ തുടക്കമാണ്. ഇവിടെ ആയിരുന്നപ്പോ അങ്ങേ കാണണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അമേരിക്കയിൽ എത്തിയപ്പോൾ എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇന്ന് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം. ചിത്ര വിവാഹത്തിന് സമ്മതിച്ച കാര്യം അച്ഛനെയും മറ്റും അറിയിക്കണം. കൂട്ടത്തിൽ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്ന വീട്ടിൽ ഒന്ന് പോകണം. സഹോദരിയുടെ കല്യാണ ഇൻവിറ്റേഷൻ എന്താ എനിക്ക് അയക്കാത്ത? വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി അമേരിക്കയിൽ അത് അയച്ചിട്ട് എന്താ പ്രയോജനം? കത്തിൽ കുറിച്ചിരുന്നല്ലോ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എവിടെയാ സഹോദരി കല്യാണം കഴിച്ചിരിക്കുന്നത്? പെരുമ്പാവൂര്. പെരുമ്പാവൂർ എവിടെ? ചിലപ്പോ ചിത്ര അറിയാനിടയുണ്ട്. ആലുവയ്ക്ക് അടുത്തുള്ള സ്ഥലമല്ലേ? വീട്ടുപേരെന്താ? രത്നാലയം. അറിയോ? കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. രവീന്ദ്രൻ എന്നാണ് രാധയുടെ ഭർത്താവിന്റെ പേര്. ആവശ്യത്തിനുള്ള സ്വത്തുണ്ട്, ഒരു കമ്പനിയുണ്ട്, ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ വീട്ടിൽ പോയാൽ അവിടെ നിന്ന് കയറിയിട്ടേ പോരൂ. ഇല്ല, ഞാൻ വിടില്ല. ഇപ്പോഴിവിടെ വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പോണമത്രേ. എന്ത് ചെയ്യാൻ? എന്റെ ചേട്ടനൊരു ഗവൺമെന്റ് ഡോക്ടർ ആയി പോയില്ലേ? ചേച്ചിയും ഡോക്ടറല്ലേ? ചേച്ചിയോ? ഏത് ചേച്ചി? ഓ, എനിക്കറിയാത്തതുപോലെ. ചിത്ര ചേച്ചി. ഞങ്ങള് ഡോക്ടർമാരാ. എന്നാലേ ഞങ്ങള് ഡോക്ടർമാരല്ല. എന്ത് മനോഹരമായ വീട്. രാധേ, നീ ഭാഗ്യവതിയാണ്. ചേട്ടൻ എന്റെ കിടപ്പൂര് കണ്ടില്ലല്ലോ. ഇതാ. നേരെ മേലെയാണ് അദ്ദേഹത്തിന്റെ കിടപ്പുമുറി. ഇതിനേക്കാൾ വലുതാ. രണ്ടുപേർക്ക് രണ്ട് കിടപ്പുമുറിയോ? അയ്യേ, പിന്നെ ഞങ്ങൾക്ക് കിടന്നുറങ്ങണ്ടേ? ഈ ചേട്ടൻ എന്താ? എന്നെ ഇഷ്ടപ്പെടാതെ എനിക്ക് അവളെ ഇഷ്ടപ്പെടും. കേട്ടോ രവിയേട്ട, മനസ്സിനിണങ്ങിയ ഒരുവളുമായിട്ട് പങ്കിട്ടാൽ താങ്ങാനാകാത്ത ഏത് ഭാരത്തിന്റെയും ഘനം കുറയും. അത് ശരിയാണ്. ആട്ടെ, രവിയേട്ടൻ പങ്കിട്ട് തുടങ്ങിയോ? ചിത്ര അമേരിക്കയിൽ പോയത് എന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് തോന്നുന്നു. അതെന്താ? ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ എത്ര പറഞ്ഞാലും ചിത്ര വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. പ്രേമത്തിന്റെ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ. അവസാനം അടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അകലണമെന്നുണ്ടോ ചിത്രേ? അകലുമ്പോഴേ അടുപ്പത്തിന്റെ ആവശ്യം തോന്നും. അകൽച്ച പലപ്പോഴും അടുപ്പത്തിന്റെ തുടക്കമാണ്. ഇവിടെ ആയിരുന്നപ്പോ അങ്ങേ കാണണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അമേരിക്കയിൽ എത്തിയപ്പോൾ എപ്പോഴും എന്റെ അടുത്തുണ്ടായിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇന്ന് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം. ചിത്ര വിവാഹത്തിന് സമ്മതിച്ച കാര്യം അച്ഛനെയും മറ്റും അറിയിക്കണം. കൂട്ടത്തിൽ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്ന വീട്ടിൽ ഒന്ന് പോകണം. സഹോദരിയുടെ കല്യാണ ഇൻവിറ്റേഷൻ എന്താ എനിക്ക് അയക്കാത്ത? വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി അമേരിക്കയിൽ അത് അയച്ചിട്ട് എന്താ പ്രയോജനം? കത്തിൽ കുറിച്ചിരുന്നല്ലോ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എവിടെയാ സഹോദരി കല്യാണം കഴിച്ചിരിക്കുന്നത്? പെരുമ്പാവൂര്. പെരുമ്പാവൂർ എവിടെ? ചിലപ്പോ ചിത്ര അറിയാനിടയുണ്ട്. ആലുവയ്ക്ക് അടുത്തുള്ള സ്ഥലമല്ലേ? വീട്ടുപേരെന്താ? രത്നാലയം. അറിയോ? കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. രവീന്ദ്രൻ എന്നാണ് രാധയുടെ ഭർത്താവിന്റെ പേര്. ആവശ്യത്തിനുള്ള സ്വത്തുണ്ട്, ഒരു കമ്പനിയുണ്ട്, ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ